എല്ലാവർക്കും എൻ്റെ പ്രണാമം. നവരാത്രിയുടെ ഈ പുണ്യദിനങ്ങളിൽ ഇന്ന് എനിക്ക് ബീഹാറിലെ വനിതാ ശക്തിയോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരം ലഭിച്ചിരിക്കുന്നു. ഞാനിവിടെ സ്ക്രീനിൽ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് സഹോദരിമാരെയും സ്ത്രീകളെയും കാണുകയാണ്. നവരാത്രിയുടെ ഈ പുണ്യ ഉത്സവത്തിൽ നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ ശക്തിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. ഇന്നു മുതൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന, അതായത് മുഖ്യമന്ത്രി വനിതാ തൊഴിൽ പദ്ധതി ആരംഭിക്കുകയാണ്. ഈ പദ്ധതിയിൽ ഇതുവരെ എന്നോട് പറഞ്ഞതനുസരിച്ച് 75 ലക്ഷം സഹോദരിമാർ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 75 ലക്ഷം സഹോദരിമാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് 10,100 രൂപ വീതം അയച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുന്നു കൊണ്ട് 2 കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒന്നാമതായി, ഇന്ന് ശരിക്കും ബീഹാറിലെ സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി നിതീഷ് ജിയുടെ സർക്കാർ എത്ര വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സഹോദരിയോ മകളോ ജോലി ചെയ്യുമ്പോൾ, സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ ഇതോടെ ലഭിക്കുകയാണ്. സമൂഹത്തിൽ അവരുടെ ആദരവ് ഇനിയും വർദ്ധിക്കുകയാണ്. എൻ്റെ മനസ്സിൽ വന്ന രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു. 11 വർഷം മുമ്പ് നിങ്ങൾ എന്നെ നിങ്ങളുടെ സേവകനായി സേവനം ചെയ്യാൻ ഇരുത്തിയപ്പോൾ ജൻധൻ യോജന എന്ന പ്രതിജ്ഞ ഞങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ രാജ്യത്ത് 30 കോടിയിലധികം സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഈ ബാങ്ക് അക്കൗണ്ടുകളെ നിങ്ങളുടെ മൊബൈലുമായി ബന്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ആധാറുമായി ബന്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും പണം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ കഴിയുമായിരുന്നോ? ഇത് അസാധ്യമായിരുന്നു. മുൻപൊരു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഈ അടുത്ത കാലത്തു നടക്കുന്ന കൊള്ളയെക്കുറിച്ചുള്ള ചർച്ചകൾ അറിയാമല്ലോ. മുമ്പൊരു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണമായിരുന്നു എല്ലായിടത്തും. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ അദ്ദേഹത്തിൻ്റെ ഭരണമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഡൽഹിയിൽ നിന്ന് 1 രൂപ അയച്ചാൽ 15 പൈസയെ എത്തുകയുള്ളൂ, 85 പൈസ ആരോ അടിച്ചു മാറ്റും. ഇന്ന് അയക്കുന്ന പണമുണ്ടല്ലോ, മുഴുവൻ 100 രൂപയും നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ എത്തും. ഒരൊറ്റയാൾക്കും അത് തട്ടിയെടുക്കാൻ കഴിയില്ല. ഈ പണം, ഇടയ്ക്ക് കൊള്ളയടിക്കപ്പെട്ടിരുന്ന ഈ പണം, അത് നിങ്ങൾക്ക് എന്തൊരു വലിയ അനീതിയാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം മാറുകയാണ്. സുഹൃത്തുക്കളെ, ഒരു സഹോദരന് സന്തോഷം ലഭിക്കുന്നത് തൻ്റെ സഹോദരി ആരോഗ്യവതിയായിരിക്കുമ്പോൾ, തൻ്റെ സഹോദരി സന്തോഷവതിയായിരിക്കുമ്പോൾ, തൻ്റെ സഹോദരി അവളുടെ കുടുംബം സാമ്പത്തികമായി ശക്തമായിരിക്കുമ്പോഴാണ്. അതിനുവേണ്ടി ആ സഹോദരന് കഴിയുന്നത് എന്താണോ അത് ചെയ്യും. ഇന്ന് നിങ്ങളുടെ 2 സഹോദരങ്ങൾ, നരേന്ദ്രമോദിയും നിതീഷ് ജിയും ചേർന്നുകൊണ്ട് നിങ്ങളുടെ സേവനത്തിനും സമൃദ്ധിക്കും നിങ്ങളുടെ സ്വാഭിമാനത്തിനും വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മാതാക്കളെ, സഹോദരിമാരെ, ഈ പദ്ധതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷ്യം കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും, തീർച്ചയായും ലഭിക്കും. തുടക്കത്തിൽ 10,100 രൂപ നൽകിയ ശേഷം ആ സ്ത്രീ ഈ 10,100 രൂപ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തൊഴിൽ ആരംഭിക്കുകയാണെങ്കിൽ, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി തുടങ്ങുകയാണെങ്കിൽ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം കൂടുതൽ നൽകുന്നതാണ്. ആലോചിച്ചു നോക്കൂ, ഇത് നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.
കോർപ്പറേറ്റ് ലോകത്ത് ഇതിനെ സീഡ് മണി അഥവാ പ്രാരംഭ നിക്ഷേപം എന്നാണ് പറയുന്നത്. ഈ പദ്ധതിയുടെ സഹായത്തോടെ ബീഹാറിലെ എൻ്റെ സഹോദരിമാർക്ക് പലചരക്ക്, പാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, സ്റ്റേഷനറി പോലുള്ള നിരവധി ചെറിയ കടകളും തൊഴിലുകളും തുടങ്ങാൻ സാധിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യാൻ കഴിയും. അവർക്ക് കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യകൃഷി, ആട് വളർത്തൽ എന്നിവ നടത്താൻ കഴിയും. അങ്ങനെയുള്ള നിരവധി ബിസിനസ്സുകളിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ജോലികൾക്കെല്ലാം നിങ്ങൾക്ക് പരിശീലനവും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും പണം കിട്ടിയല്ലോ, പക്ഷേ നിങ്ങൾ എങ്ങനെ ചെയ്യും ഇത്? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, വെറും പണം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്കതിനുള്ള പരിശീലനവും നൽകും. എങ്ങനെ ജോലി ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ബീഹാറിൽ നേരത്തെ തന്നെ ജീവിക സ്വയം സഹായ സംഘങ്ങളുടെ മികച്ച സംവിധാനം നിലവിലുണ്ട്. ഏകദേശം 11 ലക്ഷം സ്വയം സഹായ സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് അടിത്തറയുള്ള ഒരു സംവിധാനം നേരത്തെ തന്നെ തയ്യാറാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ജീവിക നിധി സഹകാരി സംഘം ആരംഭിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ശക്തി മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയുമായി കൂടിച്ചേരുകയാണ്. അതായത് തുടക്കം മുതൽ തന്നെ ഈ പദ്ധതി ബീഹാറിൽ ഉടനീളം, ബീഹാറിൻ്റെ എല്ലാ കോണുകളിലും, ഓരോ കുടുംബത്തിലും ഫലപ്രദമാകും വിധം നടപ്പിലാക്കും. സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന കേന്ദ്ര സർക്കാരിൻ്റെ ലഖ്പതി ദീദി ക്യാമ്പയിനിന് പുതിയ ശക്തി നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് 3 കോടി ലഖ്പതി ദീദിമാരെ, അതായത് ലക്ഷാധിപതികളായ സഹോദരിമാരെ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2 കോടിയിലധികം സഹോദരിമാർ ഇതുവരെ ലഖ്പതി ദീദിമാർ ആയിക്കഴിഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് ഗ്രാമങ്ങളിലെ സ്ത്രീകളെക്കുറിച്ചാണ്. അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഗ്രാമങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്, സമൂഹം മാറിയിട്ടുണ്ട്, കുടുംബത്തിൻ്റെ പദവിയും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ബീഹാറിലും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ലഖ്പതി ദീദിമാരായിട്ടുണ്ട്. ബീഹാറിലെ ഡബിൾ എൻജിൻ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന രീതി കാണുമ്പോൾ എൻ്റെ ഉറച്ച വിശ്വാസമാണിത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഖ്പതി ദീദിമാർ എവിടെയെങ്കിലും ഉണ്ടാകുമെങ്കിൽ ഇന്നെനിക്ക് തോന്നുന്നത് അത് എൻ്റെ ബീഹാറിൽ തന്നെ ആയിരിക്കുമെന്നാണ്. മാതാക്കളെ, സഹോദരിമാരെ, കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര യോജന, ഡ്രോൺ നിധി ക്യാമ്പയിൻ, ഭീമ സഖി ക്യാമ്പയിൻ, ബാങ്ക് നിധി ക്യാമ്പയിൻ എന്നിവയും നിങ്ങൾക്ക് തൊഴിൽ, സ്വയം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്. ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ കുട്ടികളുടെ ശോഭനമായ ഭാവി, അവ പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമങ്ങളിലൂടെ സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി പുതിയ മേഖലകൾ തുറക്കപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ പെൺമക്കൾ വലിയ സംഖ്യയിൽ സൈന്യത്തിലും പോലീസ് സേനയിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇത് അഭിമാനം നൽകുകയാണ്. ഇന്ന് നമ്മുടെ പെൺമക്കൾ യുദ്ധവിമാനങ്ങൾ വരെ പറത്തുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ബീഹാറിൽ RJD സർക്കാരുണ്ടായിരുന്ന ദിവസങ്ങളും നമ്മൾ മറന്നു പോകരുത്. ലാൽടെൻ രാജ് അഥവാ വിളക്ക് ഭരണകൂടമായിരുന്നു അവർ. ആ കാലത്ത് അരാജകത്വത്തിൻ്റെയും അഴിമതിയുടെയും ഏറ്റവും വലിയ പ്രഹരം ഏറ്റുവാങ്ങിയത് എൻ്റെ ബീഹാറിലെ മാതാക്കളും സഹോദരിമാരും ഇവിടത്തെ സ്ത്രീകളുമാണ്. തകർന്നു കിടന്നിരുന്ന ബീഹാറിലെ വലിയ റോഡുകൾ, പാലങ്ങളോ ചെറുപാലങ്ങളോ ഇല്ലാതിരുന്ന ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ആരായിരുന്നു? ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ആദ്യത്തെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ സ്ത്രീകൾക്കാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മാതാക്കൾക്കും സഹോദരിമാർക്കും സഹിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ വെള്ളപ്പൊക്ക സമയത്ത് ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വർദ്ധിച്ചിരുന്നുവെന്ന്.
ഗർഭിണികളായ സ്ത്രീകൾക്ക് സമയത്തിന് ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഗുരുതരാവസ്ഥ ഉണ്ടായാൽ അവർക്ക് ശരിയായ ചികിത്സ ലഭിച്ചിരുന്നില്ല. ഈ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ രാവും പകലും അധ്വാനിച്ചിട്ടുണ്ട്. ഈ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. വലിയ അളവിൽ ഇന്ന് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഡബിൾ എൻജിൻ സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബീഹാറിൽ റോഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇന്നും ഞങ്ങൾ ബീഹാറിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇത് ബീഹാറിലെ സ്ത്രീകൾക്ക് വളരെയധികം സൗകര്യങ്ങൾ നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. മാതാക്കളെ, സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ ബീഹാറിൽ ഒരു പ്രദർശനം അരങ്ങേറുന്നുണ്ട്. 30 വയസ്സിൽ താഴെയുള്ള മാതാക്കളോടും സഹോദരിമാരോടും ഞാൻ തീർച്ചയായും പറയും, നിങ്ങൾ ഈ പ്രദർശനം കാണണം. മാതാക്കളെ, സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ ബീഹാറിൽ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. 30 വയസ്സിൽ താഴെയുള്ള മാതാക്കളോടും സഹോദരിമാരോടും ഞാൻ തീർച്ചയായും പറയും, നിങ്ങൾ ഈ പ്രദർശനം കാണണം. എന്നോട് പറഞ്ഞതനുസരിച്ച് ഈ പ്രദർശനത്തിൽ പഴയ പത്രങ്ങളിലെ ചില തലക്കെട്ടുകളാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ അവ വായിക്കുമ്പോൾ 30 വയസ്സിൽ താഴെയുള്ളവർക്ക് എത്ര മോശം അവസ്ഥയായിരുന്നു എന്ന് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. എങ്കിൽ പോലും പ്രായമായവർ വായിച്ചാൽ അവർക്ക് ഓർമ്മ വരും. RJD ഭരണകാലത്ത് ബീഹാറിൽ ഏതുതരം ഭയമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഒരൊറ്റ വീടും സുരക്ഷിതമായിരുന്നില്ല. നക്സൽ അക്രമത്തിൻ്റെ ഭീകരത നിയന്ത്രണാതീതമായിരുന്നു. ഇതിൻ്റെ വേദനയും ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത് സ്ത്രീകൾക്കാണ്. പാവപ്പെട്ടവർ മുതൽ ഡോക്ടർമാരും IAS കുടുംബാംഗങ്ങളും വരെ RJD നേതാക്കളുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇന്ന് നിതീഷ് ജിയുടെ നേതൃത്വത്തിൽ നിയമവാഴ്ച തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം അനുഭവിച്ചത് എൻ്റെ മാതാക്കളും സഹോദരിമാരും പെൺമക്കളും സ്ത്രീകളുമാണ്. ഇന്ന് ബീഹാറിലെ പെൺമക്കൾ ഭയമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇപ്പോൾ ഞാൻ 4 സഹോദരിമാരെ കേൾക്കുകയായിരുന്നു. സഹോദരി രഞ്ജിതാജി, സഹോദരി റീതാജി, നൂർജഹാൻ ബാനുജി, നമ്മുടെ പുതുൽ ദേവിജി എന്നിവരായിരുന്നു അവർ. അവർ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ഇത് നിതീഷ് ജിയുടെ സർക്കാരിന് മുമ്പ് സാധ്യമായിരുന്നില്ലേ എന്ന് പോലും എനിക്ക് തോന്നി. അവർക്ക് രാത്രി വൈകി എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള സൗകര്യം പോലും സാധ്യമായിരുന്നില്ല എന്നോർക്കണം. ഞാൻ എപ്പോഴെല്ലാം ബീഹാറിൽ വരാറുണ്ടോ അപ്പോഴെല്ലാം ഇത്രയധികം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വലിയ സംതൃപ്തിയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഒരു പ്രതിജ്ഞയെടുക്കണം. ബീഹാറിനെ ഇനി ഒരിക്കലും, എൻ്റെ ഈ വാക്കുകൾ എഴുതി വെച്ചോളൂ മാതാക്കളെ, സഹോദരിമാരെ, ബീഹാറിനെ ഇനി ഒരിക്കലും ആ ഇരുട്ടിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മുടെ കുട്ടികളെ നശിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതാണ്. മാതാക്കളെ, സഹോദരിമാരെ, ഏതെങ്കിലും ഒരു സർക്കാർ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കുന്നു, മുഴുവൻ കുടുംബത്തിനും ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഉജ്ജ്വല യോജന എത്ര വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ അത് കാണുന്നുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ ഗ്യാസ് കണക്ഷൻ ഒരു വലിയ സ്വപ്നമായിരുന്ന കാലം. നഗരങ്ങളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എൻ്റെ പാവപ്പെട്ട മാതാക്കളും സഹോദരിമാരും പെൺമക്കളും അടുക്കളയിലിരുന്ന് ചുമച്ച് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു. ശ്വാസകോശ രോഗങ്ങൾ സാധാരണമായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടിരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു, അടുപ്പിലെ പുകയിൽ കഴിയുന്ന മാതാക്കളും സഹോദരിമാരും ഒരു ദിവസം 400 സിഗരറ്റ് വലിക്കുന്നത്ര പുക അവരുടെ ശരീരത്തിലേക്ക് എടുക്കുന്നുവെന്ന്. ഇപ്പോൾ പറയൂ, ക്യാൻസർ വരാതിരിക്കുമോ? ഇതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉജ്ജ്വല യോജന കൊണ്ടുവന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു. ബീഹാറിൽ നമ്മുടെ സഹോദരിമാരുടെ ജീവിതം വിറക് ശേഖരിച്ച് നടക്കുന്നതിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്നു. അതിലും ബുദ്ധിമുട്ടുകൾ കുറവായിരുന്നില്ല. മഴ വന്നാൽ നനഞ്ഞ വിറക് കത്തില്ലായിരുന്നു. വെള്ളപ്പൊക്കം വന്നാൽ വിറകുകൾ മുങ്ങിപ്പോകുമായിരുന്നു. എത്രയോ തവണ വീട്ടിലെ കുട്ടികൾ വിശന്നുറങ്ങുകയോ അല്ലെങ്കിൽ വറുത്ത ധാന്യം ഭൂജ കഴിച്ച് രാത്രി കഴിഞ്ഞു കൂട്ടുകയോ ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളെ, ഈ വേദന ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല. ഈ വേദന ബീഹാറിലെ നമ്മുടെ സഹോദരിമാർ അനുഭവിച്ചതാണ്.
ഈ ദുരിതത്തിലൂടെ എൻ്റെ ഓരോ സഹോദരിയും കടന്നുപോയിട്ടുണ്ട്. എന്നാൽ NDA സർക്കാർ സഹോദരിമാരെ കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, പദ്ധതികൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ചിത്രം മാറാൻ തുടങ്ങി. ഒരേ സമയം കോടിക്കണക്കിന് വീടുകളിൽ ഗ്യാസ് കണക്ഷൻ എത്തി. ഇന്ന് കോടിക്കണക്കിന് സഹോദരിമാർ സമാധാനത്തോടെ അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു. അവർക്ക് പുകയിൽ നിന്ന് മോചനം ലഭിച്ചു. ശ്വാസകോശ നേത്ര രോഗങ്ങളിൽ നിന്ന് ആശ്വാസവും ലഭിച്ചു. ഇപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചൂടുള്ള ഭക്ഷണം ലഭിക്കാൻ തുടങ്ങി. ഉജ്ജ്വലയുടെ ഗ്യാസ് കണക്ഷൻ ബീഹാറിലെ അടുക്കളയെ മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തെയും ഉജ്ജ്വലമാക്കിയിരിക്കുന്നു. മാതാക്കളെ, സഹോദരിമാരെ, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. കൊറോണയുടെ വിഷമകരമായ സമയത്ത് ഞങ്ങൾ സൗജന്യ ധാന്യ പദ്ധതി ആരംഭിച്ചിരുന്നു. കാരണം എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതായിരുന്നു: ഒരു കുട്ടിയും രാത്രിയിൽ വിശന്നുറങ്ങരുത്. എന്നാൽ ഈ പദ്ധതി നിങ്ങളെ വളരെയധികം സഹായിച്ചതുകൊണ്ട് ഇത് തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നും PM ഗരീബ് കല്യാൺ യോജന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി കാരണം ബീഹാറിലെ 8 കോടിയിലധികം പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതി നിങ്ങളുടെ എത്ര വലിയ ആശങ്കയാണ് കുറച്ചത്. ഞാൻ മറ്റൊരു ഉദാഹരണം തരാം. ബീഹാറിൻ്റെ ഒരു വലിയ പ്രദേശത്ത് പുഴുക്കലരിയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മുൻപ് നമ്മുടെ മാതാക്കൾക്കും സഹോദരിമാർക്കും പച്ചരിയാണ് നൽകിയിരുന്നത്. നിവൃത്തിയില്ലാതെ മാതാക്കളും സഹോദരിമാരും ആ പച്ചരി കമ്പോളത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് പകരമായി പുഴുക്കലരി വാങ്ങിയിരുന്നു. എന്നാൽ വഞ്ചന നോക്കൂ, ബുദ്ധിമുട്ട് ഇതായിരുന്നു: 20 കിലോ പച്ചരിക്ക് പകരം വെറും 10 കിലോ പുഴുക്കലരി മാത്രമാണ് അവർക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതും വളരെ ഗൗരവകരമായി ആലോചിച്ചു. ഇപ്പോൾ സർക്കാർ റേഷനിൽ പുഴുക്കലരിയും നൽകാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മാതാക്കളെ, സഹോദരിമാരെ, ഇവിടെ സ്ത്രീകളുടെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടാകാനുള്ള ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. വീടാണെങ്കിൽ പുരുഷൻ്റെ പേരിൽ, കടയാണെങ്കിൽ പുരുഷൻ്റെ പേരിൽ, ഭൂമിയാണെങ്കിൽ പുരുഷൻ്റെ പേരിൽ, കാറാണെങ്കിൽ പുരുഷൻ്റെ പേരിൽ, സ്കൂട്ടറാണെങ്കിൽ പുരുഷൻ്റെ പേരിൽ, എല്ലാം പുരുഷന്മാരുടെ പേരിൽ മാത്രമായിരുന്നു. എന്നാൽ ഞാൻ PM ആവാസ് യോജന, PM ഭവന പദ്ധതി ആരംഭിച്ചപ്പോൾ അതിൽ ഒരു നിയമമുണ്ടാക്കി. PM ആവാസ് വീടുകളുടെ ഉടമകൾ എൻ്റെ മാതാക്കളും സഹോദരിമാരും പെൺമക്കളുമായിരിക്കും. ഇന്ന് ബീഹാറിൽ 50 ലക്ഷത്തിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ മിക്കതിലും സ്ത്രീകളുടെ പേരുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ യഥാർത്ഥ ഉടമയായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു സഹോദരിയുടെ ആരോഗ്യം മോശമായാൽ അതിൻ്റെ ഫലം മുഴുവൻ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സമയമുണ്ടായിരുന്നു സ്ത്രീകൾ അസുഖം സഹിച്ച് ജീവിക്കുമായിരുന്നു. അവർ കുടുംബത്തിൽ പറയുമായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും, എത്ര പനിയുണ്ടായാലും, വയറുവേദന ഉണ്ടായാലും അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? കാരണം അവരുടെ ചികിത്സയ്ക്കായി വീട്ടിലെ പണം ചെലവാകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. കുട്ടികൾക്ക്, കുടുംബത്തിന് ഒരു ഭാരമാകരുത്. അതുകൊണ്ടാണ് മാതാക്കളും സഹോദരിമാരും എല്ലാം സഹിച്ചത്. നിങ്ങളുടെ ഈ ആശങ്കയ്ക്ക് പരിഹാരം ഞാൻ, അതായത് നിങ്ങളുടെ മകൻ കണ്ടെത്തി. ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ ഇന്ന് ബീഹാറിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട്. ഗർഭിണികൾക്കായി നടക്കുന്ന മാതൃവന്ദന യോജനയിലും മാതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്നുണ്ട്. അതിലൂടെ ആ 9 മാസത്തെ കാലയളവിൽ അവർക്ക് നല്ല പോഷകാഹാരം ലഭിക്കാൻ കഴിയും. അതുവഴി വയറ്റിൽ വളരുന്ന കുട്ടിയുടെ ആരോഗ്യവും ശരിയായിരിക്കും. പ്രസവ സമയത്ത് ഒരു പ്രതിസന്ധിയും ഉണ്ടാകാതിരിക്കാൻ, അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ രക്ഷിക്കാൻ ഇതെല്ലാം ഉപകാരപ്രദമാകും. എൻ്റെ മാതാക്കളെ, സഹോദരിമാരെ, നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ മുൻഗണന. സ്ത്രീകളുടെ ആരോഗ്യ പരിശോധനയ്ക്കായി ഞങ്ങൾ സെപ്റ്റംബർ 17 മുതൽ, വിശ്വകർമ്മ ജയന്തി മുതൽ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ, ആരോഗ്യമുള്ള സ്ത്രീ ശക്തമായ കുടുംബം ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി 1.25 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകളാണ് ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. വിളർച്ച, രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട്.
ഈ ക്യാമ്പയിനിൽ ചേർന്ന് ഇതുവരെ 1 കോടിയിലധികം സ്ത്രീകൾ സൗജന്യമായി പരിശോധന നടത്തിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ ബീഹാറിലെ എല്ലാ സ്ത്രീകളോടും അഭ്യർത്ഥിക്കുകയാണ്, ഈ ക്യാമ്പുകളിൽ തീർച്ചയായും നിങ്ങൾ പോകണം. നിങ്ങളുടെ പരിശോധന തീർച്ചയായും നിങ്ങൾ നടത്തണം. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പരിശോധന നടത്തരുതെന്ന്. രോഗം കണ്ടെത്തുന്നത് ഗുണകരമാണെന്നോർക്കണം, ദോഷകരമല്ലത്. അതുകൊണ്ട് പരിശോധന നടത്താതിരിക്കരുത്. നിങ്ങൾ കൃത്യമായി പരിശോധന നടത്തണം. സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഉത്സവകാലമാണ്. നവരാത്രി നടക്കുന്നു, ദീപാവലി വരാനിരിക്കുന്നു, ഛത്ത് പൂജയും അധികം ദൂരെയല്ല. വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നതിനായി എങ്ങനെ പണം ചെലവഴിക്കണം, എങ്ങനെ ലാഭിക്കണമെന്ന് നമ്മുടെ സഹോദരിമാർ രാവും പകലും ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ഈ ആശങ്ക കുറയ്ക്കുന്നതിനായി NDA സർക്കാർ വളരെ വലിയൊരു ചുവടുവയ്പ് എടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ രാജ്യത്തുടനീളം GST നിരക്കുകൾ കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളായ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, നെയ്യ്, ഭക്ഷണ സാധനങ്ങൾ എന്നിവയെല്ലാം മുൻപത്തേക്കാൾ വിലക്കുറവിൽ ലഭിക്കും. കുട്ടികളുടെ പഠനത്തിനായുള്ള സ്റ്റേഷനറി സാധനങ്ങൾ, ഉത്സവങ്ങളിൽ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. വീടിൻ്റെയും അടുക്കളയുടെയും ബഡ്ജറ്റ് നിയന്ത്രിക്കുന്ന സ്ത്രീകൾക്ക് ഇത് വളരെ വലിയ ആശ്വാസമാണ്. സഹോദരിമാരുടെ ഭാരം കുറയ്ക്കുക, അവരുടെ മുഖത്ത് ഉത്സവത്തിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുക, ഇത് തങ്ങളുടെ കടമയായി ഡബിൾ എൻജിൻ സർക്കാർ മനസ്സിലാക്കി ചെയ്യുകയാണ്. മാതാക്കളെ, സഹോദരിമാരെ, മാതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബീഹാറിലെ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചപ്പോഴെല്ലാം അവർ തങ്ങളുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ത്രീ മുന്നോട്ട് വരുമ്പോൾ മുഴുവൻ സമൂഹവും മുന്നോട്ട് വരുമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ബീഹാറിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയ്ക്ക് വേണ്ടി വളരെ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ 1000 ശുഭാശംസകൾ. വളരെ നന്ദി.